എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇത്രയും അതായത് 13 ഡിഗ്രി പ്രിലിംസിൽ ആവർത്തിച്ച് വന്നിരുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാം. അപ്പം ആദ്യം സ്പേസ്, അതായത് സ്പേസ് റിസർച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ISRO അതിൻ്റെ മിഷൻസ് കാര്യങ്ങളൊക്കെ. ഇപ്പം 1969 രൂപീകരണം, ആസ്ഥാനം എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങളും, പിന്നെ എന്താണ് ആൻഡ്രിക്സ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ, പിന്നെ ആദിത്യ L1, ചന്ദ്രയാൻ 3 വിജയിച്ചതെന്നാണ്, അങ്ങനെയുള്ള ഡേയ്സ്, പിന്നെ നാഷണൽ സ്പേസ് ഡേ എന്നാണ്, പിന്നെ ഗഗൻയാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും പുതിയതും ഓർത്തിരിക്കുക. പിന്നെ സാറ്റലൈറ്റുകൾ അല്ലേ, ഉപഗ്രഹം, ആദ്യ ഉപഗ്രഹം ഏതാണ്, പിന്നെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്, കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ഏതാണ് എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ എന്താണ് ആസ്ട്രോസാറ്റ്, പിന്നെ ആൻഡ്രിക്സ്, ISROയുടെ വിപണന വിഭാഗം ഏതാണ് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവും, എൻവിയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഉടമ്പടികൾ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട വിഷയം ഏതൊക്കെയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോൾ, മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്നാണ്, അതെന്തായി റിലേറ്റ് ചെയ്തതാണ്, ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്താണ്, അതെന്തായി റിലേറ്റ് ചെയ്തതാണ് അല്ലേ, അതൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എപ്പോഴും ചോദിക്കുന്നതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രിക് ഓക്സൈഡ് എന്നതൊക്കെ അത് എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കണം, ക്രമത്തിൽ പഠിക്കണം. പിന്നെ നാഷണൽ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, അത് നമ്മൾ എന്താണ് ഇപ്പോൾ ജോഗ്രഫിയിലും ഓരോ സ്റ്റേറ്റിനെയൊക്കെ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതായിരുന്നല്ലേ, അങ്ങനെയുള്ളത്. പിന്നെ ഇൻസിറ്റു, എക്സിറ്റ് സംരക്ഷണ രീതികൾ, നാഷണൽ പാർക്ക്, മൃഗശാല എന്നിവയുള്ളത്, അങ്ങനെയുള്ളത് ഏതൊക്കെയാണ്, അത് എക്സിറ്റ് ആണോ ഇൻസിറ്റ്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്തിനുള്ളതാണ്, ഓസോൺ പാളിയുടേതാണ്. ഏറ്റവും പ്രധാനം ഹരിത ഗൃഹവാതകങ്ങൾ, ഏറ്റവും പ്രധാനം ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ, അപ്പോൾ ഇൻസിറ്റിന് ഉദാഹരണമാണ് നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ അടുത്ത മേഖലയായ എനർജി റിസോഴ്സസ് അഥവാ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് ഇന്ത്യയുടെ നിലവിൽ, അതായത് കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പോൾ റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ, സൗരോർജ്ജം, കാറ്റ്, ബയോമാസ്, പിന്നെ ഇന്ധനങ്ങൾ, ന്യൂക്ലിയർ എനർജി എന്നിവയൊക്കെ വേർതിരിച്ച് പഠിക്കണം. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ ന്യൂക്ലിയർ പവറുണ്ട്, അതെവിടെയാണ്, ഏറ്റവും വലുത് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്നുള്ളത്, അത് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ഏതാണ്, ആദ്യത്തെ ആണവ നിലയം എവിടെയാണ്, പിന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ സോളാർ, വിൻഡ് എന്നിവയുടെ ക്രമം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബയോളജി ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് അഥവാ ജീവശാസ്ത്രവും ആരോഗ്യവും എന്നതിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും ചോദിക്കുന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ളത്, വൈറസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, അത് ഏത് മൂലമാണ്, ഇന്ന രോഗം ഏത് മൂലമാണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെയോ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ പറ്റിയിട്ട്, ഇപ്പോൾ വൈഡൽ ടെസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എലിസ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴും മാച്ച് ദ ഫോളോയിങ് രീതിയിലൊക്കെ അത് ചോദിക്കാറുണ്ട്. പിന്നെ വാക്സിനേഷൻ്റെ പിതാവ് ആരാണ്, ഇന്ന ആളുടെ കണ്ടുപിടുത്തം ഏതാണ്, അങ്ങനെയുള്ളത്. ഓക്കെ, ടൈഫോയിഡ് രോഗം സ്ഥിരീകരിക്കാൻ നടത്തുന്നത് വൈഡൽ ടെസ്റ്റാണ്. ബാക്ടീരിയ മൂലമല്ലാത്ത രോഗമാണ് അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തവും, ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തവും, ഫാദർ ഓഫ് ഫൈബർ ഓപ്റ്റിക്സ് ആരാണ്, ഇന്ത്യൻ കെമിസ്റ്റ് PC റേ അല്ലേ. പിന്നെയോ അവാർഡ്, അതായത് ശാസ്ത്രമേഖലയിൽ ഭാരതരത്ന ലഭിച്ചത് ആർക്കൊക്കെയാണ്, എന്തിനൊക്കെയാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഭാരതരത്ന ലഭിച്ച ഇന്ത്യ ശാസ്ത്രജ്ഞൻ ആരാണ്, APJ അബ്ദുൽ കലാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എപ്പോഴും ചോദിക്കുന്ന മേഖലകൾ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമുള്ള മേഖല, ഈ ഒരു ഇത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള പറ്റുന്ന മേഖല ആദ്യം പഠിക്കുക കേട്ടോ. ഇനി നോക്കി നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ്, 5 മാർക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലല്ലേ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആദ്യം തന്നെ ISIT എന്താണ്, ഇന്നൊവേഷൻ എന്താണ്, ബേസിസ് ഓഫ് എവരിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും. അതോടൊപ്പം തന്നെ പ്രൊമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ സ്പേസ് ആൻഡ് ഡിഫൻസിലേക്ക് വരുമ്പോഴാണ് ISRO, DRDO, അതിൻ്റെ മിഷൻ, സാറ്റലൈറ്റ്, എന്തൊക്കെ അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. പിന്നെയുള്ളത് എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, എന്താണത്,
ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എനർജി നീഡ് ഏതാണ്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഏതാണ്, ഏതൊക്കെയാണ് എനർജി റിസോഴ്സസ്, റിന്യൂവബിൾ ആണോ നോൺ റിന്യൂവബിൾ ആണോ എന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ന്യൂക്ലിയർ പോളിസി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കുക. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിലേക്ക് വരുമ്പോൾ അവിടെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഏതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പ്രോട്ടോക്കോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, ട്രീറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ബയോഡൈവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, അതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ഓരോ ഏതൊക്കെ വേദിയിലാണ് എവിടെയൊക്കെയാണ് അത് കൂടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ, സമ്മിറ്റ് എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ പോളിസീസ്, പ്രോട്ടോക്കോൾസ്, പിന്നെ വരുന്ന വെസ്റ്റേൺ ഗട്ട്സ്, ഫോറസ്റ്റ് ലൈഫിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൺസർവേഷൻ, അതിൽ കൂടുതലായിട്ട് നമ്മുടെ നാഷണൽ പാർക്ക് അങ്ങനെയുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ എൻവയോൺമെൻറ്റ് ഹസാർഡിലേക്ക് വരുമ്പോൾ കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ് ചോദിക്കാറുണ്ട്. പിന്നെ ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി, അതായത് ടെക്നോളജിയിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ, അതിനോട് അനുബന്ധിച്ച് പറഞ്ഞ ചോദ്യങ്ങൾ കണ്ടല്ലോ, അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 13 ഡിഗ്രി പ്രിലിംസിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഫുള്ളായിട്ട് ഈ സയൻസ് ആൻഡ് ടെക്നോളജി അങ്ങനെ ഫുള്ളായിട്ട് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇനിയിപ്പോൾ 2 ദിവസങ്ങളിൽ അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു റിവിഷൻ എന്ന രീതിയിൽ ഒന്ന് ഓടിച്ച് പഠിക്കുക കേട്ടോ. ഇനിയും പഠിക്കുക എന്നുള്ളതല്ല, റിവിഷൻ എന്ന രീതിയിൽ ISRO ആയിട്ട് റിലേറ്റ് ചെയ്തത്, പുതിയ സാറ്റലൈറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചവർക്കാണെങ്കിൽ അത്യാവശ്യം അതിൽ നിന്ന് തന്നെ കിട്ടും ഈ സാറ്റലൈറ്റ്. പിന്നെ നമ്മുടെ ഡിസീസസ്, പിന്നെ എന്താണ് നമ്മുടെ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ് എന്ന ഒരു ഇതുണ്ടല്ലോ, ഹ്യൂമൻ ബോഡി എന്നുള്ള, അതിൽ നിന്ന് ഉള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ പഠിച്ചെടുക്കണം. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതോടി പഠിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നേരത്തെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആദ്യം നിങ്ങൾ ഇംഗ്ലീഷും മലയാളവും മാത്സും 50 മാർക്ക് സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എക്സാം ഹാളിൽ ചെല്ലുമ്പോഴും എപ്പോഴും അത് ആദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടി കുറേ സമയം മാറ്റി വയ്ക്കേണ്ട, ജസ്റ്റ് ഒരു തവണ ചെയ്യുക. കിട്ടുന്നതൊക്കെ മാർക്ക് ചെയ്ത് പോവുക, കിട്ടാത്തത് സെക്കൻഡ് റീഡിങ്ങിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം 50 മാർക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, 50 മാർക്കിൽ പറ്റുന്നത്ര മാർക്ക് സ്കോർ ചെയ്യുക. അത് കഴിഞ്ഞ് GK നോക്കുക. GK നോക്കുമ്പോൾ ഏതൊക്കെയാണ് പറ്റുന്നത് എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യുക. ആരും വെറുതെ കറുപ്പിക്കേണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് റീഡിങ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോഴും ആദ്യം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഫുള്ള് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും 20. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ തെറ്റുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് അതായത് ക്വസ്റ്റ്യൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമേ അത് ഡിലീഷൻ വരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഇംഗ്ലീഷും മലയാളവും പിന്നെ നല്ല രീതിയിൽ പഠിച്ചവർക്ക് അത് ഉറപ്പിക്കാൻ പറ്റും. ഒരു 50-ൽ 35 മുകളിൽ അതിൽ നിന്ന് തന്നെ കിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും. പിന്നെ ബാക്കി GK കാര്യങ്ങൾ. ഇനി നമുക്ക് കമ്പ്യൂട്ടർ സയൻസും കൂടിയാണ് നോക്കാനുള്ളത്. അപ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളും കൂടി ഞാൻ അടുത്തൊരു വീഡിയോയായിട്ട് പറഞ്ഞുതരാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഒരു സെക്ഷനും കൂടി, അതായത് കമ്പ്യൂട്ടർ സയൻസ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അതും കൂടി ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ റിവിഷൻ മേഖലയിൽ അതൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ കാണാം. താങ്ക് യു.